ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകളാണ്. അതിലൊന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്ററിന്റെ ഇന്ത്യൻ പതിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പേര് ട്യൂട്ടർ എന്നാണ്. അപ്പോൾ സമൂഹ മാധ്യമമായ ട്വിറ്ററിന്റെ ഇന്ത്യൻ പതിപ്പ് റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിന്റെ പേര് ട്യൂട്ടർ എന്നാണ്. ഈ ട്യൂട്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടെയുണ്ട്, സ്വദേശി ആന്തോളൻ 2.0 എന്നുള്ളത്. അപ്പോ 2020 നവംബറിൽ സമൂഹ മാധ്യമമായ ട്വിറ്ററിന്റെ ഇന്ത്യൻ പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിന്റെ പേര് ട്യൂട്ടർ എന്നാണ്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് സ്വദേശി ആന്തോളൻ 2.0 എന്നാണ്. ട്വിറ്ററിന്റെ ആസ്ഥാനം നമുക്കറിയാം അമേരിക്കയിലെ കാലിഫോർണിയയാണ്. നിലവിലെ സിഇഒ ജാക്ക് ഡോർസിയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ആപ്ലിക്കേഷനാണ്. അതിന്റെ പേര് സ്പോട്ട്ലൈറ്റ് എന്നാണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനാണ്. മൾട്ടിമീഡിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ അമേരിക്കൻ കമ്പനിയായ സ്നാപ്ചാറ്റ് ആരംഭിച്ച പുതിയൊരു ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനാണ് സ്പോട്ട്ലൈറ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചേക്കാം. ടിക്ടോക്കിനൊക്കെ പകരമായിട്ട് സ്നാപ്ചാറ്റ് ആരംഭിച്ച പുതിയൊരു ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനാണ് സ്പോട്ട്ലൈറ്റ് എന്നുള്ളത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷനാണ്. അതിന്റെ പേര് വി കൺസോൾ എന്നാണ്. ഈ വി കൺസോൾ എന്ന പേര് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മുൻപ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്നൊവേഷൻ ചലഞ്ചിൽ ഒന്നാമതെത്തിയ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ ഇൻഫോ പാർക്കിലെ ടെക്ജൻഷ്യ എന്ന IT കമ്പനി തയ്യാറാക്കിയ വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷനാണ് വി കൺസോൾ എന്നുള്ളത്. ഈ ടെക്ജൻഷ്യയുടെ സിഇഒ ശ്രീ ജോയ് സെബാസ്റ്റ്യനാണ്. അപ്പോ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ ഇൻഫോ പാർക്കിലെ ടെക്ജൻഷ്യ എന്ന IT സ്ഥാപനം തയ്യാറാക്കിയ വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷനാണ് വി കൺസോൾ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ആർമി ആരംഭിച്ച പുതിയൊരു ഓപ്പറേഷനാണ്. അതിന്റെ പേര് ഓപ്പറേഷൻ 500 എന്നാണ്. ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്ത് പാക് തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ 500 എന്നുള്ളത്. അപ്പോൾ ഓപ്പറേഷൻ 500 ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ്. എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്? പാക് തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഓപ്പറേഷൻ ഇന്ത്യൻ ആർമി ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ തലവൻ ആരാണ്? ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ്. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ മനോജ് സിൻഹയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കതൊന്ന് റിവൈൻഡ് ചെയ്യാം. ഇന്ത്യൻ ആർമിയുടെ പുതിയ എഞ്ചിനീയറിംഗ് ചീഫായിട്ട് നിയമിതനായിരിക്കുന്നത് BRO ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ് ആണ്. അപ്പോൾ ഓപ്പറേഷൻ 500 ഇന്ത്യൻ ആർമി ആരംഭിച്ചിരിക്കുന്നത് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ പറ്റിയാണ്. ഇന്റർകാസ്റ്റ് മാരേജുകൾക്ക്, മിശ്ര വിവാഹങ്ങൾക്ക് 50,000 രൂപ ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, മിശ്ര വിവാഹങ്ങൾക്ക് 50,000 രൂപ ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗയർസൈനും അതുപോലെ തന്നെ ഡെറാഡൂണുമാണ്. ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ശ്രീ ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്. ഗവർണർ ശ്രീമതി ബേബി റാണി മൌര്യയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനത്തെ പറ്റിയാണ്. 2020 നവംബറിൽ അവയവദാന മേഖലയിൽ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് തമിഴ്നാടിനെയാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, അവയവദാന മേഖലയിൽ, ഓർഗൻ ഡൊണേഷൻ മേഖലയിൽ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമായിട്ട് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് സംസ്ഥാനത്തെയാണ്? നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെയാണ്. തമിഴ്നാടിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ചെന്നൈയാണ്. മുഖ്യമന്ത്രി ശ്രീ എടപ്പാടി പളനിസ്വാമിയാണ്. ഗവർണർ ശ്രീ ബൻവരിലാൽ പുരോഹിതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ ആരംഭിച്ച ഒരു ആരോഗ്യ പദ്ധതിയാണ്. അതിന്റെ പേര് സ്വാസ്ഥ്യ സാഥി എന്നാണ്. 2016 ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു. 2020 നവംബറിൽ പശ്ചിമ ബംഗാളിൽ എല്ലാ ജനങ്ങൾക്കുമായിട്ട് ഈ പദ്ധതിയെ വിപുലീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ എല്ലാ ജനങ്ങൾക്കുമായിട്ട് വിപുലീകരിച്ച ആരോഗ്യ പദ്ധതിയാണ് സ്വാസ്ഥ്യ സാഥി എന്നുള്ളത്. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം നമുക്കറിയാം കൊൽക്കത്തയാണ്. മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജിയാണ്. ഗവർണർ ശ്രീ ജഗദീപ് ധൻകർ ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ന്യൂസ് ആണ്. അതിലൊന്നാണ് ചെന്നൈ ആസ്ഥാനമായുള്ള പ്രമുഖ സ്വകാര്യ ബാങ്കായ ലക്ഷ്മി വിലാസ് ബാങ്ക് സിംഗപ്പൂർ ആസ്ഥാനമായ DBS ബാങ്കിന്റെ DBS ബാങ്ക് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് ലയിക്കുകയാണ്. അപ്പോ സിംഗപ്പൂർ ആസ്ഥാനമായുള്ള DBS ബാങ്കിന്റെ ഇന്ത്യൻ ഘടകമായ DBS ബാങ്ക് ഇന്ത്യ ലിമിറ്റഡിൽ ലയിക്കുന്ന പ്രമുഖ സ്വകാര്യ ബാങ്കാണ് ചെന്നൈ ആസ്ഥാനമായുള്ള ലക്ഷ്മി വിലാസ് ബാങ്ക്. DBS ബാങ്ക് ഇന്ത്യ ലിമിറ്റഡ് DBIL ന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്.
അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മംഗോളിയയിലെ പ്രമുഖ ബാങ്കായ സാക് ബാങ്കിനെ പറ്റിയാണ്. സാക് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മംഗോളിയയുടെ ക്യാപിറ്റലായ ഉലാൻ ബത്താറിൽ തന്നെയാണ്. 2020 നവംബറിൽ സാക് ബാങ്കിന്റെ ഡിജിറ്റൽ വൽക്കരണം കൂടുതൽ ഊർജിതമാക്കുന്നതിനായിട്ട് ഇന്ത്യൻ IT സ്ഥാപനമായ ഇൻഫോസിസിന്റെ സബ്സിഡറിയായ ഇൻഫോസിസ് ഫിനക്കിളുമായിട്ട് ധാരണയിലായിരിക്കുകയാണ് സാക് ബാങ്ക്. അപ്പോ ഡിജിറ്റൽ വൽക്കരണം ഊർജിതമാക്കുന്നതിന് IT സ്ഥാപനമായ ഇൻഫോസിസിന്റെ സഹസ്ഥാപനമായ ഇൻഫോസിസ് ഫിനക്കിളുമായിട്ട് ധാരണയിലായിരിക്കുന്ന മംഗോളിയയിലെ പ്രമുഖ ബാങ്കാണ് സാക് ബാങ്ക്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിനെ പറ്റിയാണ്. 2020 നവംബറിൽ ഓർഗൻ ഡോണർ മെമ്മോറിയൽ നിലവിൽ വന്നിരിക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓർഗൻ ഡോണർ മെമ്മോറിയൽ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ആ നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ അശോക് ഗെഹ്ലോട്ട് ആണ്. രാജസ്ഥാന്റെ ഗവർണർ ശ്രീ കൽരാജ് മിശ്രയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർട്ടലാണ്. ആ പോർട്ടലിന്റെ പേര് ഇന്ത്യ ക്ലൈമറ്റ് ചേഞ്ച് നോളജ് പോർട്ടൽ എന്നാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് ഇങ്ങനെ ഒരു പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ക്ലൈമറ്റ് ചേഞ്ച് നോളജ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് ഇന്ത്യ ദേശീയ തലത്തിലും അന്തർദേശീയ തലങ്ങളിലും നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വിവിധ മന്ത്രാലയങ്ങൾ, നമ്മുടെ രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങൾ കാലാവസ്ഥാ വ്യതിയാന വിഷയത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ചൊക്കെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആരംഭിച്ചൊരു ഓൺലൈൻ പോർട്ടലാണ് ഇന്ത്യ ക്ലൈമറ്റ് ചേഞ്ച് നോളജ് പോർട്ടൽ എന്നുള്ളത്. കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ പ്രകാശ് ജാവദേക്കറാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാടകയിലെ ബംഗൽകോട്ടിൽ നിലവിൽ വരുന്ന ലിഫി നിധി ബയോ എനർജി CBG പ്ലാന്റിനെ പറ്റിയാണ്. കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിനെ പറ്റിയാണ്. 2020 നവംബറിൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട പ്രസ് മഡ് ടു കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ആണ് കർണാടകയിലെ ബംഗൽകോട്ടിൽ നിലവിൽ വരുന്ന ലിഫി നിധി ബയോ എനർജി CBG പ്ലാന്റ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റഷ്യ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് സിർക്കോൺ. അപ്പോ സിർക്കോൺ എന്നുള്ളത് ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് റഷ്യയാണ്. റഷ്യയുടെ തലസ്ഥാനം നമുക്കറിയാം മോസ്കോയാണ്. റഷ്യയുടെ കറൻസി റൂബിളാണ്. റഷ്യയുടെ പ്രധാനമന്ത്രി മിഖായിൽ മിഷസ്റ്റിനാണ്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇസ്രായേൽ രാജ്യത്തെ പറ്റിയാണ്. 2020 നവംബറിൽ ലോ കാർബൺ ആൻഡ് പൊല്യൂഷൻ ലെവൽസ് തുടങ്ങിയ മേഖലയിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഇസ്രായേൽ. അപ്പോ ലോ കാർബൺ ആൻഡ് പൊല്യൂഷൻ ലെവൽസ് മേഖലയിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ തലസ്ഥാനം ജെറുസലേമാണ്. ഇസ്രായേലിന്റെ കറൻസി ഷെക്കേലാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിനോ ഫാസോയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് റോബ് മാർക്ക് ക്രിസ്ത്യൻ കബോർ. അപ്പോ ബുർക്കിനോ ഫാസോയുടെ ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിനോ ഫാസോയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും നിയമിതനായിരിക്കുന്നത് റോബ് മാർക്ക് ക്രിസ്ത്യൻ കബോറാണ്. ബുർക്കിനോ ഫാസോയുടെ തലസ്ഥാനം ഉവാഗ ഡുഗു ആണ്. ബുർക്കിനോ ഫാസോയുടെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ജോസഫ് മാരിക് ഡാബറാണ്. അപ്പോ ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിനോ ഫാസോയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും നിയമിതനായിരിക്കുന്നത് റോബ് മാർക്ക് ക്രിസ്ത്യൻ കബോറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട് സ്വദേശിനിയായ വിനിഷ ഉമാശങ്കറിനെ പറ്റിയാണ്. സ്വീഡൻ ആസ്ഥാനമായുള്ള ചിൽഡ്രൻസ് ക്ലൈമറ്റ് ഫൗണ്ടേഷന്റെ ചിൽഡ്രൻസ് ക്ലൈമറ്റ് പ്രൈസ് 2020 ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട് സ്വദേശിനിയായ സ്കൂൾ വിദ്യാർത്ഥിനി കൂടിയായ വിനിഷ ഉമാശങ്കറിനാണ്. സോളാർ പവേർഡ് അയണിംഗ് കാർട്ട്, സോളാർ പവറിൽ അധിഷ്ഠിതമായ സൗരോർജ്ജത്തിൽ അധിഷ്ഠിതമായ ക്ലോത്ത്സ് ഒക്കെ അയൺ ചെയ്യുന്ന അയണിംഗ് കാർട്ട് നിർമ്മിച്ചതിനാണ് വിനിഷ ഉമാശങ്കറിന് 2020 ചിൽഡ്രൻസ് ക്ലൈമറ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിലാൻഡ് പാർലമെന്റ് അംഗമായ ഇന്ത്യൻ വംശജൻ കൂടിയായ ഡോക്ടർ ഗൌരവ് ശർമ്മയെ പറ്റിയാണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് പാർലമെന്റിൽ സംസ്കൃതത്തിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ ഗൌരവ് ശർമ്മ. അപ്പൊ ഓർമ്മിച്ച് വെച്ചിരിക്കാം, ന്യൂസിലാൻഡ് പാർലമെന്റിൽ സംസ്കൃതത്തിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റ ആദ്യ വ്യക്തി ഡോക്ടർ ഗൌരവ് ശർമ്മയാണ്. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി നമുക്കറിയാം ജസീന്ത ആർദനാണ്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ന്യൂസിലാൻഡ് മന്ത്രിസഭയിലെ ആദ്യ ഇന്ത്യൻ വംശജയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശൻ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച ഒരു പരിശീലന പദ്ധതിയാണ്. അതിന്റെ പേര് നേർവഴി പദ്ധതി എന്നാണ്.
പോലീസ്, പ്രൊബേഷൻ ഓഫീസർമാര്, അതുപോലെ തന്നെ അഭിഭാഷകർ എന്നിവർക്കായിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ഒരു പരിശീലന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ആ പദ്ധതിയുടെ പേര് നേർവഴി പദ്ധതി എന്നാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിനെ പറ്റിയാണ്. പുതിയ മോട്ടോർ വാഹന നിയമപ്രകാരം പൊതുഗതാഗത വാഹനങ്ങളിൽ ലൊക്കേഷൻ ട്രാക്കിംഗും അതുപോലെ തന്നെ എമർജൻസി ബട്ടണും നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021 ജനുവരി 1 മുതലാണ്. അപ്പോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റലിയിലെ സാൻ പോളോ സ്റ്റേഡിയത്തെ പറ്റിയാണ്, ഫുട്ബോൾ സ്റ്റേഡിയത്തെ പറ്റിയാണ്. 2020 നവംബറിൽ അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ സ്മരണാർത്ഥം സാൻ പോളോ സ്റ്റേഡിയം ഇനി മുതൽ അറിയപ്പെടുന്ന പേര് സാൻ പോളോ ഡീഗോ അർമാൻഡോ മറഡോണ സ്റ്റേഡിയം എന്നാണ്. അപ്പോ ഇറ്റലിയിലെ സാൻ പോളോ സ്റ്റേഡിയത്തിന്റെ പുതിയ പേര് സാൻ പോളോ ഡീഗോ അർമാൻഡ മറഡോണ സ്റ്റേഡിയം എന്നാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു തീയതിയാണ് 2020 നവംബർ മാസം 27 ദേശീയ അവയവദാന ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും നവംബർ മാസം 27 നമ്മൾ ദേശീയ അവയവദാന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അവയവദാന മേഖലയിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് തമിഴ്നാടാണ്. അപ്പോ ദേശീയ അവയവദാന ദിനത്തിന് നേതൃത്വം നൽകുന്നത് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനാണ്. അങ്ങനെയാണെങ്കിൽ ലോക അവയവദാന ദിനം ഓഗസ്റ്റ് മാസം 13 തീയതിയാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ സ്ക്രീനിന്റെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം, സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രി ഭിന്നലിംഗക്കാർക്കായിട്ട് ആരംഭിക്കുന്ന അഭയകേന്ദ്രത്തിന്റെ പേര് എന്താണ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ വീഡിയോ പോയി കണ്ട് ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്: സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ഓട്ടോകളിലും അതുപോലെ തന്നെ ടാക്സികളിലും യാത്ര ചെയ്യുന്നതിന് സഹായിക്കുന്നതിനായിട്ട് അഭയം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളത്. അപ്പോൾ അഭയം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.